കൊണ്ട് കാലിൽ നിന്ന് രക്തം ഒലിക്കാൻ തുടങ്ങി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമേനിയിൽ പരിക്കേറ്റു. ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ തോട്ടത്തിലാണ് കയറിയിരുന്നത്. അവിടുത്തെയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്ലാഹുവേ, എന്നെ രക്ഷിക്കണമേ എന്ന് തുടങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘമായി ഒരു പ്രാർത്ഥന നടത്തി. ക്ഷീണിച്ചിരിക്കുന്ന മുത്തുനബിയെ കണ്ട തോട്ടത്തിന്റെ ഉടമസ്ഥരായ ഉത്തുബയ്ക്കും ഷൈബയ്ക്കും മനസ്സൊന്നലിഞ്ഞു. തോട്ടത്തിലുണ്ടായിരുന്ന അദ്ദാസിയെ വിളിച്ചു. ആ ഇരിക്കുന്ന മനുഷ്യനെ കുറച്ച് ഈന്തപ്പഴം കൊടുക്കാൻ പറഞ്ഞു. അദ്ദാസി ഒരു പാത്രത്തിൽ ഈന്തപ്പഴം കൊണ്ടുവന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെച്ചു നീട്ടി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്നൊരു ഈന്തപ്പഴം എടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഹബീബായ തങ്ങൾ കഴിച്ചു. ഇത് കണ്ട അദ്ദാസി ഒരുപാട് നേരം മുത്തുനബിയെ തന്നെ നോക്കി നിന്നു. എന്നിട്ട് ചോദിച്ചു, ഈ മക്കാരായ ആരും പറയാത്തൊരു വാക്കാണല്ലോ നിങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? നിങ്ങൾ ഏത് മതക്കാരനാണ്? ഞാൻ നീനവക്കാരനായ നിസ്രാനിയാണ്. ഹബീബായ തങ്ങൾ ചോദിച്ചു, അതെ, യൂനിസ് ബിൻ മത്തായുടെ നാട്ടുകാരനാണല്ലേ? അദ്ദാസി അത്ഭുതപ്പെട്ടു. അദ്ദാസി ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് യൂനിസ് ബിൻ മത്തായെ അറിയുന്നത്? മറുപടി പറഞ്ഞു, അത് എൻ്റെ സഹോദരനായ പ്രവാചകനാണ്. ഞാനും ഒരു പ്രവാചകനാണ്. അദ്ദാസിക്ക് ഒരുപാട് സന്തോഷമായി. അദ്ദേഹം മുത്തുനബിയുടെ തിരുകരങ്ങളിലും ശിരസിലും ചുംബിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളും ശിരസും ചുംബിക്കുന്ന അദ്ദാസിയെ ഉടമസ്ഥരെ അടുത്തേക്ക് വിളിച്ചു. അദ്ദാസ്, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ കൈകൾ ചുംബിച്ചത്? അപ്പോൾ അദ്ദാസി പറഞ്ഞു, ഇന്ന് ഇതുപോലൊരു മനുഷ്യൻ ലോകത്ത് വേറെ ജീവിച്ചിരിപ്പില്ല. അദ്ദാസ്, ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തിന്റെ മതത്തിലേക്ക് പോകാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് തന്നെ പോകുക. അപ്പോൾ അദ്ദാസി വീണ്ടും പറഞ്ഞു, ഇതൊരു പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരു പ്രവാചകന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അദ്ദാസി ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദാസിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നിസ്കരിച്ച ആ ഒരു പ്രദേശത്താണ് ഇന്ന് ഈ പള്ളി കാണുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.